അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരോ ആരെങ്കിലും നല്ല നിലയിൽ കഴിയുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും അല്ലേ? കാരണം അവരുടെ വീടുകളിൽ വലിയ വീട്, കാർ പോർച്ച്, അതിൽ കുറേ വണ്ടികൾ, മുറ്റത്ത് അലങ്കരിച്ചിരിക്കുന്ന ചെടികൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ ചെറിയ വീട് അല്ലെങ്കിൽ പുരോഗതിയില്ലാത്തൊരു വീട് നമ്മുടേത്. അതുപോലെ തന്നെ അവരുടെ മക്കൾ ഗൾഫിൽ, അവർ ഗൾഫിൽ, എപ്പോഴും സന്തോഷം, വിരുന്നുകാരും കൂട്ടച്ചിരിയും എല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തന്നെയാണത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിൽ ചിലർ ചിന്തിക്കും, ഈ ചിരിയും സന്തോഷം ഇല്ലാതാക്കി അവരെ ദാരിദ്ര്യത്തിലാക്കിയാലോ എന്ന്. അവർ കഷ്ടപ്പെട്ട് കാണണം, പണ്ടാരടങ്ങി പോകണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് വകയില്ലെങ്കിലും നമ്മൾ കൂട്ടിവെച്ച പണവുമായി വല്ല ചാത്തനെയോ ചാമുണ്ടിയെയോ തെരഞ്ഞു പോകും. അതുമല്ലെങ്കിൽ ഉസ്താദിൻ്റെ വേഷം കെട്ടിയ വല്ല ചാത്തൻ സേവ ചെയ്യുന്ന ആളെയോ തെരഞ്ഞു പോകും. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയും. നമ്മുടെ വിഷമങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി അവർ പറയും, നിങ്ങൾക്കൊരുപാട് ആളുകൾ മാരണം ചെയ്തിട്ടുണ്ട്, അത് ഒഴിച്ചു പോകണമെങ്കിൽ ഒഴിച്ചു കളയാൻ ഒരുപാട് പണം വേണ്ടി വരും. അതല്ല, നമ്മൾക്ക് തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനേക്കാൾ പണം വേണ്ടി വരും. എന്താ വേണ്ടത്? അപ്പോൾ പറയും, തിരിച്ചടിക്കുക തന്നെ വേണം, അല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഒരുപാട് അവർ കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും തിരിച്ചടിച്ചേ പറ്റൂ എന്ന്. എന്തായാലും അവിടെ ഇരിക്കുന്ന ചാത്തൻ സേവ ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമാകും. കാരണം ഇവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും കിട്ടുന്നതൊക്കെ പിടിച്ചടക്കണം എന്ന്. അതുകൊണ്ട് തന്നെ അവർ പറയും, എന്തായാലും അടുത്ത ദിവസം വാ, കുറച്ച് സാധനങ്ങളും വേണം, അതിനുള്ള പൈസയും കൊണ്ടുവരണം എന്ന് പറയും. എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയോ പണ്ടം വെച്ചോ അവർ ഇതിനുള്ള പൈസ എല്ലാം തയ്യാറാക്കും. അങ്ങനെ അവർ അങ്ങോട്ട് പോകും. എന്നിട്ട് പിന്നെ അവർ ഇതിനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവർ എങ്ങനെയെങ്കിലും നശിച്ചു കാണണമെന്ന്. മാരണവും മാട്ടും സിഹറും എന്നൊക്കെ ആളുകൾ പറയും, ചുമ്മാതാണ്, അതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. അന്ധവിശ്വാസമല്ല, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും മാരണമേറ്റിട്ടുണ്ട്. എന്നിട്ടാണോ ഈ പാപികളായ കൂതറകളായ നമുക്കും അത് തീർച്ചയായും ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിദ്വേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അങ്ങനെ അവസാനം വരെ, നമ്മൾ മരിക്കുന്നത് വരെ അത് തുടർന്നു കൊണ്ടേയിരിക്കും. അവസാനം താൻ ഇട്ട അപ്പി തന്നെ വാരി വായിലിട്ട് കളിക്കുകയും അതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ് പുഴുക്കൾ നിറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത് വരെ അവരുടെ സന്തോഷം അവരുടെ ദുഃഖത്തിലായി അടങ്ങിക്കൊണ്ടിരിക്കും. അവസാനം അയാൾ ഒരു ദിക്ർ പോലും ചൊല്ലാൻ കഴിയാതെ കപടവിശ്വാസിയായി അവസാനിക്കുന്നു അയാളുടെ ജീവിതം. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.